ഹലോ ആൾ, ഇത്തിരി ഒരു ലേറ്റ് പോസ്റ്റാണ്. നമ്മുടെ ഇന്ത്യ 2020 വേൾഡ് കപ്പ് സെമിയിലേക്ക് കടന്നിരിക്കുന്നു. പാറ്റ് കുമിൻസ് എന്ന ഓസ്ട്രേലിയൻ നായകന്റെ അഹങ്കാരത്തിന് ഏറ്റ നല്ലൊരു അടിയാണ് ഇന്ത്യൻ ടീം കൊടുത്തത്. എല്ലാവരും മറന്നിട്ടുണ്ടാവില്ല നമ്മുടെ 2023 വേൾഡ് കപ്പ്. ഇന്ത്യൻ കാണികൾക്ക് മുമ്പിൽ രോഹിത് ശർമ്മ എന്ന നായകൻ തല കുനിച്ച് പോയി 43-ാം ഓവറിൽ ട്രാവിസ് ഹെഡ് എന്ന വ്യക്തിയുടെ ഒറ്റയാൾ പോരാട്ടം കൊണ്ട് ജയിച്ചു കയറിയ ഓസ്ട്രേലിയ. അത് ആവർത്തിക്കാനായിരുന്നു കമ്മിൻസിൻ്റെയും സംഘത്തിൻ്റെയും വരവ്. അത് പക്ഷേ എല്ലാ ആട്ടങ്ങളും തന്നിലേക്ക് ചേർത്ത് ആടിയ രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റൻ്റെ മുമ്പിൽ വീണുപോയി. ട്രാവിസ് ഹെഡിനെ പോലും അപ്പുറത്ത് നിർത്തിക്കൊണ്ട് ബാക്കി വിക്കറ്റുകൾ പിഴുതെറിഞ്ഞ് അവസാന വിക്കറ്റായിട്ട് ട്രാവിസ് ഹെഡിനെയും എടുത്ത് പോയ ആ ഒരു ക്യാപ്റ്റൻസി ബ്രില്യൻസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ്, നമുക്ക് തോന്നും ഓരോ സിക്സറുകളും പിറക്കുമ്പോൾ ഇത്ര ഈസിയാണോ ക്രിക്കറ്റ് കളിക്കാൻ എന്നുള്ളത്. അങ്ങനെ ഈ പക എന്ന് പറയുന്നത് വീട്ടാനുള്ളതാണെന്ന് നമ്മളെ പഠിപ്പിച്ച ഗാംഗുലിയും എല്ലാവരുടെയും മുമ്പിൽ അത് ചെയ്ത് കാണിച്ച രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റൻ, രോഹിത് ശർമ്മ എന്ന ബാറ്റ്സ്മാൻ, ഇന്ന് സോഷ്യൽ മീഡിയ എല്ലാവരും വാനോളം പുകഴ്ത്തുന്ന രോഹിത് ശർമ്മ എന്ന എന്താ പറയുക, ഇറ്റ്സ് എ ട്രൂ ലെജൻഡാണ് അല്ലേ. ഓസ്ട്രേലിയക്കാർ ഈ ഇതൊന്ന് ഔട്ടായി കഴിഞ്ഞപ്പോൾ ഏതൊരു ഇന്ത്യക്കാരനും എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി. കാരണം അത്രയ്ക്ക് വേദനാജനകമായിരുന്നു 2023 വേൾഡ് കപ്പ് ഫൈനൽ. അതിനൊരു തിരിച്ചടി. ഇനി കപ്പിനും ഇന്ത്യക്കും ഇടയിൽ 2 വിജയം മാത്രം ബാക്കി. അതിൽ സെമി ഫൈനൽ ഇംഗ്ലണ്ടിനെ തകർത്ത് ഫൈനലിസ്റ്റിലെ എതിർ ടീമിനെ തകർത്ത് ഇന്ത്യ കപ്പെടുക്കട്ടെ എന്ന് ഏതൊരു ഇന്ത്യക്കാരനെയും പോലെ ഞാനും ആഗ്രഹിക്കുന്നു. രോഹിത് ശർമ്മ എന്ന നായകന്റെ കിരീടത്തിലെ ഒരു പൊൻതൂവലാവട്ടെ ഈ 2020 വേൾഡ് കപ്പ്.